വെൽക്കം ബാക്ക് ടു സുബ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് എവിടെ പോകണം എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ, എവിടെയെങ്കിലൊക്കെ പോകാം എന്നുള്ള ഒരു നിഗമനത്തിൽ വീട്ടിൽ പുറപ്പെടുകയാണ്. സോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ പാല് കാച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ. സോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പം അവരെ വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഗൈസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും തിന്നാൻ തോന്നും. സോ നമുക്കൊരു മുട്ടായി കൂടെ നമുക്ക് എടുക്കാം. നമുക്കൊരു ബൗണ്ടി അല്ല ബസ് കഴിച്ചിട്ട് വെച്ചിട്ട് ഡയറി മിൽക്കിൻ്റെ കുറച്ചൊരു സ്വല്പമുണ്ട്. അസുവിന് അത്ര നല്ല മൂഡിലല്ല. അസുവിന് ഇന്ന് ഉറക്കം ശരിയായിട്ടില്ല. നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ അപ്പച്ചിയും ഫാമിലിയൊക്കെ. സോ ബസ്സു അതിരാവിലെ എണീറ്റു. എന്നെക്കൊണ്ട് ബസ്സിന് ഉറക്കമൊന്നും ശരിയാകുന്നുണ്ട്. ബസ് അത്ര നല്ല മൂഡിലൊന്നും അല്ല. ബസ് ഉറങ്ങിയ ബസ്സുവിനെയാണ് നമ്മൾ എണ്ണിപ്പിച്ച് കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അല്ലേ ബസ്സു? അല്ലേ ബസ്സു? വാച്ച് എവിടെ? എങ്ങോട്ടേക്കാണ് ചേട്ടാ നമ്മൾ പോകുന്നത്? വായുവിലാണെന്ന് തോന്നുന്നു ഗായ്സ്. ഇന്ന് എയറിലായിരിക്കും അല്ലേ ഏട്ടാ? ബസ്സിന് കണ്ണാടി എടുത്തില്ല ഏട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊരു കണ്ണാടി ഉണ്ട്. നമുക്ക് ലൈറ്റ് കൂടി ഇടാം ഗായ്സ്. നമ്മൾ വരുന്നത് ഇത് നേരത്താണോ? അമ്മാവനൊക്കെ നമ്മളെവിടെയാണ് പോകുന്നത്? ലുലുമോളിലാണോ അച്ഛാ? പക്ഷെ കണ്ണാടി പോയി പൊടിയടിക്കും. യെസ്, പൂട്ടിടുന്നതാണോ ഗായ്സ് നിങ്ങൾ കണ്ടത്? അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചേട്ടനെയും, അതായത് ശിവത്തേട്ടനെയും അമ്മൂനെയും കണ്ടു കേട്ടോ. അപ്പോൾ ഇവർ അവിടെ മലയങ്കൽ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ വളരെയധികം നേരത്തെ കൊണ്ട് ഇവരൊക്കെ ജസ്റ്റ് പാസ് ചെയ്ത് പോയത് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആദ്യം മാനവീയ വീതിയിലോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ എന്തോ ലഹരി വിമുക്ത അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാമും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കണ്ടു. അപ്പം നമ്മുടെ രണ്ട് അനൂപച്ചേട്ടന്മാരും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് അപ്പോഴും യാതൊരുവിധ പ്ലാനും ഇല്ല. എങ്ങോട്ട് പോകണം. റോഡിൽ നിന്ന് ഡിസ്കഷനാണ് നടത്തുന്നത്, എങ്ങോട്ട് പോകണം എന്ന്. ലാസ്റ്റ് ചർച്ചകൾക്കൊടുവിൽ ലുലു മോളും ശംഖുമുഖവുമാണ് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സോ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങോട്ട് തന്നെയാണോ ഇങ്ങോട്ട് തന്നെയാണോ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വാസു ശിവത്ത് മാമൻ്റെ കൂടെ അങ്ങ് പോയിട്ടാ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തു, ശംഖുമുഖം കാണാമത്രേ. അങ്ങനെ അവിടെ പോയിന്ന് തിരയുണ്ടെന്ന സീനാണ് കേട്ടോ. അപ്പോൾ വസുവിന് കണ്ട പാടെ അവിടെ വെള്ളത്തിലിറങ്ങണം, അതിനുള്ള കരച്ചിലാണ് വസുവിന് ബീച്ച് കണ്ടാൽ ഇറങ്ങണം. നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇറങ്ങും, അതുപോലെ കുട്ടി വിചാരിച്ചു ഇവിടെ നിന്നും ഇറങ്ങണം എന്ന്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. സോ നമ്മൾ അവരെ പറഞ്ഞ് കുറച്ചു നേരം കൺവിൻസ് ചെയ്തു. അതിനുശേഷം വീണ്ടും കരയാൻ തുടങ്ങി. അതെന്തിനാന്ന് വെച്ചാൽ അവന് അടുത്തത് വേണ്ടത് ഫ്രൂട്ടിയും ലേസും ആണ്, മീൻസ് സ്പ്രിങ്കിൾസ്. അങ്ങനെ കുറേ നേരം
അതിന് ബഹളം വെച്ചുട്ടോ. എന്തിനും ഏതിനും കരച്ചിൽ, അതാണ് വസുവിന്റെ പോളിസി. ലാസ്റ്റ് സഹികെട്ട് അച്ഛൻ കൊണ്ടുപോയി ഒരു ഫ്രൂട്ടിയും ഒരു ബിങ്കോ അങ്ങനെ എന്തോ ഒരു പാക്കറ്റ് കൂടെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് കിട്ടിയപ്പോഴേക്കും ആൾക്ക് കുറച്ച് ആശ്വാസകരമായി. അങ്ങനെ തിരയൊക്കെ എണ്ണി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴിതാ നമ്മളിവിടെ പെട്ടു ഗൈസ്. ഇവിടെ ലോട്ട് ഓഫ് ഐറ്റംസ് നിരത്തി വെച്ചിരിക്കുകയാണ് പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം അവിടെ നിന്നു. ഒരു സാധനം എടുക്കുമ്പം അത് വേണ്ട, അടുത്ത സാധനം എടുക്കുമ്പോൾ അത് പറ്റില്ല. പിന്നെ ഒരുവിധം പിന്നെ ആ ഊതുന്ന ബബിൾസ് ഉണ്ടല്ലോ അത് നമ്മൾ അടിച്ചേൽപ്പിച്ചു അവനെ. അതിനുശേഷം നമ്മൾ കാണുന്ന സംഗതിയിലിട്ട് വന്നിട്ട് അതിൻ്റെ അടുത്തുള്ള എൻ്റെ പേരെന്താണോ എനിക്കറിയില്ല, ഐസ്ക്രീം കുടിക്കാൻ വന്ന സ്ഥലമാണ്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയാണ് ഗൈസ്. അതാണ് ഇങ്ങനെ പറപ്പുറത്തിട്ട് അടിച്ചൊരു സൗണ്ട് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് അത്ര രസമൊന്നുമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ബാക്ക് ടു വ്ലോഗ്. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ വാങ്ങിച്ച ബബിൾസ് കളിക്കുകയാണ്. നമ്മൾ ഊതി കളിക്കുകയാണ്. വലുതെന്നില്ല ചെറുതെന്നില്ല, പ്രായഭേദമന്യാണ് നമ്മളിവിടെ ബബിൾസ് ഊതി കളിക്കുന്നത്. ഞാനുണ്ട്, അമ്മുണ്ട്, ഏട്ടനുണ്ട്. അപ്പം അവര് മൂന്നുപേരെ കൂടിയിട്ട് ഐസ്ക്രീം സെലക്ട് ചെയ്യാൻ പോയതാണ്. ഫ്ലേവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പോയി നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടക്ക് വസു അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലായതിനെ കൊണ്ട് വസുവിനെ ബബിൾസ് ഊതാനായിട്ട് നമ്മൾ വളരെയധികം എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. അങ്ങനെ ബബിൾസ് ഒക്കെ ഊതി കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് ബബിൾസ് ഊതാമെന്ന് കരുതി. അങ്ങനെ അവർ അവിടെ പോയി നിന്ന് ഐസ്ക്രീം സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ വെയിറ്റ് ചെയ്താണ് ഗൈസ് ഇരിക്കുന്നത്. ഒരു കോൺ ഐസ്ക്രീം വാങ്ങാൻ പറ്റിയ മണിക്കൂർ ഒന്നായി. ഏത് ഐസ്ക്രീം വാങ്ങുന്ന ഡിസ്കഷനാണ്. ഇന്നെങ്ങാനും തീരുണ്ട്. അമ്മ ആണെങ്കിൽ ഓരോ ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്ത് ഒരു ഫുൾ ഐസ്ക്രീം കുടിക്കുന്നതിൻ്റെ ചാർജായി. ഐസ്ക്രീം എന്ന് വരും. ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചിട്ട് വരണില്ല. വാങ്ങിച്ചോ? നീ ആണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് 70 ml കഴിച്ച. ടേസ്റ്റ് ചെയ്യണടാ സാമ്പാർ വാങ്ങിച്ചോ. ഫൈനലി കാത്തിരുന്ന് അവർ കൊണ്ടുവന്നു ഗൈസ് നമ്മുടെ ഐസ്ക്രീം. എല്ലാവർക്കും പല പല ഫ്ലേവർ ആയിരുന്നു. എനിക്ക് കിട്ടിയത് പിസ്തയോ മാംഗോയോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവർ മറന്നു. കുറേ ദിവസങ്ങളായതിനെ കൊണ്ട് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് എനിക്ക് മാംഗോ ആണ് കേട്ടോ. കണ്ടപ്പോഴാണ് മനസ്സിലായത് മാംഗോ ഐസ്ക്രീമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമും കഴിച്ച് ബാക്ക് ടു ഹോം. അപ്പോൾ വസുവിന് അവിടെ ഇങ്ങനെ വണ്ടി ഓട്ടിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞ വസു നല്ല കരച്ചിലായിരുന്നു. വീട്ടിലൊരു വണ്ടി കിടന്നിട്ട് അവന് ആവശ്യമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബാങ്കൊക്കെ പോയല്ലോ. ബാങ്കൊക്കില്ല ചുമ്മാ കരയണ വസു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകും വഴി കരമനയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു തട്ടുകടയിൽ കയറി നല്ല പൊറോട്ടയും ബീഫും ചിക്കനും എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ല സുഖസുഭിക്ഷമായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.